ആരാണിത്? എന്തായി ഒന്ന് ഫോൺ പോലും ചെയ്യാതെ? ഒന്നുമില്ല, നിന്നെയും ജോസൂട്ടിനുണ്ടല്ലോ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന. എന്തിന്? ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങളെ വീട്ടിൽ നിന്ന് ആഘോഷിക്കാം. എന്തിനാടി പൈസ ഇല്ലാത്ത സമയത്ത് ആവശ്യമില്ലാതെ ചെലവുണ്ടാക്കി വെക്കുന്നത്? ആര് പറഞ്ഞു പൈസ ഇല്ലെന്ന്? വാസേട്ടനെ ഒരു പണി ശരിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പരീക്കാനെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഭയങ്കര ആഘോഷമാണല്ലോ. ഗംഭീര ആഘോഷാ. നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടം? എനിക്ക് സേമിയം. സേമിയാണ് ഇഷ്ടം. ഞാൻ 3 പായസം വെക്കുന്നുണ്ട്. അതിന് 3 വയസ്സായെങ്കിലും ഒന്ന് വെച്ചപ്പോരെ. പരീക്കാനെ വിളിക്കുന്നുണ്ട്. അപ്പൊ പരീക്കയ്ക്ക് ഇഷ്ടമുള്ള പായസം. പിന്നെ വാസുവേട്ടൻ എന്തായാലും ചെറുപയർ പായസം എന്തായാലും വെക്കണം. പിന്നെ നിന്റെയും കൂടെ ഇഷ്ടം വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചാ പായസം വെക്കുന്നത്. ഞങ്ങൾ എല്ലാ കൊല്ലൊന്നും ആഘോഷിക്കില്ലല്ലോ, ഇപ്രാവശ്യം അങ്ങോട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. ഇത് നിനക്ക് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോരായിരുന്നു ഇത്ര ദൂരം വരേണ്ട കാര്യം ഉണ്ടായിരുന്നു? അത് മതി. പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഫേഷ്യൽ ചെയ്തു. ഓ അതാണ് കാര്യം. എടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തില്ലായിരുന്നോ? അപ്പൊ ഇവിടുത്തെ മോക്കൂര് മൊത്തം കുറയുന്നു. ഇപ്പൊ കുറവുണ്ടല്ലോ. ആ പാട് മാറിയല്ലേ? കുറെ പാട് കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ഒന്നുകൂടെ വിഷയം അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഫേഷ്യൽ മാത്രം മതിയോ? ഫേഷ്യൽ മാത്രം വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ. കയ്യിലെന്തോ ചെയ്യുന്നുണ്ടല്ലോ. ത്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും. ത്രെഡ് ചെയ്യണ്ട, കയ്യിൽ എന്തൊക്കെയോ ചെയ്യല്ലോ. വേറെന്തോ പെഡിക്യൂറാണ്. അതും ചെയ്യണോ? എന്താ കിടക്കട്ടെ. അത്യാവശ്യമൊന്നുമില്ല. എന്താ വാസൂട്ടി, അഡ്വാൻസ് മേടിക്കാൻ പോയില്ലേ? അഡ്വാൻസ് വാങ്ങിക്കാനൊക്കെ പോയി. നടപ്പില്ലടും. അതെന്ത്? എന്താ നീ പറഞ്ഞത് പ്രകാരം ഞാൻ അവിടെ ചെന്നു. അപ്പൊ അങ്ങേര് പറയണത് പണിയൊന്നും ഇപ്പൊ പെട്ടെന്ന് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാന്നൊക്കെയാണ്. മേട 1-ാം തീയതി തറക്കല്ലിട്ടിട്ട് പണി തുടങ്ങണമെന്ന് അവനല്ലേ എന്നോട് പറഞ്ഞത്. അഡ്വാൻസ് തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അങ്ങേരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ്. അവന്റെ കുടുംബത്തിലെ പ്രശ്നം ഓർത്ത് നീ വ്യസനിക്കണ എന്തിനാണ്? അവൻ പണി നടത്തും. നീ വാതർന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ ആലോചിക്കണ്ട, പിന്നെ എപ്പോഴേലും അറിയിക്കാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ അങ്ങനെ പറയാൻ വഴിയില്ല. നീ തന്നെ പണിയണോന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് ചോദിക്കുക ചെയ്ത നിന്റെ നമ്പർ. പിന്നെന്താ പുള്ളി ഇങ്ങനെ പറയണത്? അതെന്തെങ്കിലും നീ ഇനി വാതുറന്ന് ചോദിച്ചിട്ടുണ്ടാവൂല. ഒരു പണി ചെയ്യാ, നീ പ്രയാസപ്പെടുന്ന ഞാൻ വൈകിട്ടൊന്ന് വിളിക്കട്ടെ അയാളാ. എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ഇപ്പൊ ഈ സമയങ്ങളിലൊന്നും അങ്ങനെ പണികളൊന്നും കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു പണി ശരിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അഡ്വാൻസ് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ വിഷുവൊക്കെ അല്ലേ, അതുകൊണ്ട്. പക്ഷെ അതൊക്കെ ആകെ കുളമായിപ്പോ. അത് പ്രയാസപ്പെടണ്ട, പണിന്ന് നിന്നെ ഒഴിവാക്കൂല, നീ തന്നെ ചെയ്യണമെന്ന് അയാളുടെ ഒരു തൃപ്തിയാണ്. പിന്നെ എന്താ ഉണ്ടായെന്ന് ഞാൻ വിളിച്ചു ചോദിക്കാം. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ, ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ടല്ലോ. എന്റെ വിധി ഇതാണ്, എല്ലാം അങ്ങ് അടുത്ത് വരും. അടുത്തെത്തി കഴിയുമ്പോ പിന്നെ അത് നേരെ തട്ടിത്തെറിഞ്ഞ് വേറെ വഴിക്ക് പോകും. നീ സമാധാനപ്പെടുന്നേ, അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശരി ശരി, ഞാൻ പോ. വാസുട്ടി, ഇത് ലേശം പച്ചക്കായ, അപ്പൊ വറക്കാന്ന് വിചാരിച്ചു. റസിയ തന്നതാ. വിഷു ആയിട്ട് റസിയൊക്കെ ഭയങ്കര സന്തോഷത്തിലല്ലേ. വിഷു ഒന്നും പ്രാവശ്യം നടക്കില്ല. വിഷു നടക്കില്ല അതന്നെ. അപ്പൊ നിങ്ങക്ക് പൈസ കിട്ടിയില്ലേ? അഡ്വാൻസിന് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അവര് പണി വേറെ ആരോ ഏൽപ്പിക്കാനുള്ള എന്തോ പദ്ധതിയാണ്. അപ്പൊ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കാൻ പറ്റൂലേ? അതിന് പൈസ വേണ്ട കയ്യില്. എന്റെ വാസോട്ട് നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഞാൻ അമ്മയോടും മക്കളോടൊക്കെ വരാൻ പറഞ്ഞില്ലേ? അമ്മയും മക്കളോട് വന്നോട്ടെ, അതിനെന്താണ്? അവര് ഇവിടെ ഉള്ളതല്ലേ. അപ്പൊ ജോസൂട്ടിയും പരീക്കൊക്കെ വിളിച്ചതോ? അതിനെന്താണ് ഇപ്പൊ കുഴപ്പം? അവര് വരുമ്പോ ഞാൻ എന്ത് പറയൂ? ഞാനെന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യണത് പറ. എനിക്കറിയില്ല. പിന്നെ ഗണിഗണി പറഞ്ഞു കൊടുക്കണം എന്തിനാണ്? ആ സെറ്റ് അഡ്വാൻസ് ഒക്കെ കിട്ടിയില്ലേ? ചെലവുണ്ടേ? എന്താ നിങ്ങള് വൈക്കൂടിയോ? പിന്നെന്താ മൂപ്പര് ഇന്നോട് പോലും മിണ്ടിയില്ലല്ലോ.
ഇന്ന ശർക്കര ഉപ്പേരിക്ക്. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. എടി വിഷു സംക്രാന്തി ഒന്നും നടക്കൂല. എന്താടി വാസുവേട്ടാ, നിങ്ങൾ ഉറങ്ങിയില്ലേ? നമ്മളെ ആളുകളോടൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അതങ്ങ് ചെയ്താലോ? എന്തിന്? എന്റെ പൊന്നു വാസുവേട്ടാ, നമ്മളിപ്പോ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ലല്ലോ. ആകെ വിളിച്ചത് ആരെയാ? ജോസൂട്ടിനെയും പരീക്കേനെയും. അവർക്ക് നമ്മളെ കാര്യം നല്ലോണം അറിയാം. പിന്നെന്താ കുഴപ്പം? അതന്നെ ഞാനും ആലോചിക്കണം. അല്ലാതെ ഇപ്പൊ കടം വാങ്ങിച്ചിട്ട് ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും കിട്ടാൻ പോകണില്ലല്ലോ. നിങ്ങൾ അതൊന്നും ആലോചിച്ച് കിടക്കാൻ നോക്ക്. എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു കൊളായി. ലേറ്റ് ഓഫ് ചെയ്യും. എൻ്റെ അടുത്തും വന്നിരുന്നവൻ രാജീവൻ്റെ അടുത്ത് പോയിട്ട് ആ പണി ഏൽപ്പിച്ചില്ല, അഡ്വാൻസ് കിട്ടിയില്ല എന്നൊക്കെ വളരെ പ്രയാസത്തോടെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാജീവനെ ചെന്ന് കാണട്ടെ, നീ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മുഖം തരാതെ പോയി കളഞ്ഞ്. എന്തോ പ്രയാസം ഉണ്ടെന്ന് എനിക്കും തോന്നി. വല്ലാത്തൊരു പ്രയാസത്തിലായി. എനിക്ക് അവളുടെ മുഖം കാണാൻ വയ്യാതാ. അല്ല, അവനെ പണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. രാജീവ് പറഞ്ഞത് എന്തോ ഒരു ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, നമുക്ക് തുടങ്ങാം, ആ നിശ്ചയിച്ച സമയത്ത് തുടങ്ങാൻ പറ്റൂല എന്നേ ഉള്ളൂ, അല്ലാതെ പണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതല്ലടാ, ഇപ്പൊ ഈ വിഷുവിന്റെ ഒരു ദിവസം ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പൊ അതിന് 10 പൈസ കയ്യിലില്ലാത്തിരിക്കുന്ന ഒരു അവസ്ഥ. എന്താ ചെയ്യാൻ പറ്റണത്? അല്ല, ഞാനിപ്പോ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു ഐഡിയ ആണ് പറയണത്. എന്നോട് ഞാൻ കുറച്ച് കായായിട്ട് വാന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഒരു 10 ഉറുപ്പ്യ ഓൻ്റെ അങ്ങോട്ട് ഏൽപ്പിക്കാം, ഈ വിഷുവിനൊരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മള് സഹായിച്ചെന്നൊക്കെ പറഞ്ഞ അവനത് വാങ്ങൂല, ആഘോഷിക്കാൻ വേണ്ടിട്ടേ. അല്ല, അങ്ങനെ പറയാൻ നിൽക്കണ്ടാന്ന്. ഇതിപ്പോ ആ പണി പോയിട്ടില്ല, നീ ചെന്ന് രണ്ടാമത് സംസാരിച്ചപ്പോൾ അഡ്വാൻസ് തന്ന്, ആ അഡ്വാൻസ് ആണ് ഈ പൈസ. ഞാനൊരു 5000 ഉറുപ്പ്യ കണക്കാക്കിയിട്ടുണ്ട്. 5 ഉറുപ്പ്യ എടുത്തിട്ടുണ്ടല്ലോ, ഇതാ ഇതിലൊരു 5 ഉറുപ്പ്യ ഉണ്ട്. ഇത് 5 രൂപ ഉണ്ട്. ആ, അപ്പൊ അത് ഈ പണിക്ക് കിട്ടിയ അഡ്വാൻസ് ആന്ന് പറഞ്ഞാൽ മതി, നമ്മൾ കൊടുക്കണമെന്ന് പറയരുത്. ആ, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു പണി എന്റെ രാജീവന്റെ അടുത്ത് പോയി, അപ്പൊ പണി തന്നെ നീ തന്നെ ചെയ്യണം, അപ്പൊ 10 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാം. 5 രൂപ ഞാനിപ്പോ ATM നിന്ന് എടുത്ത് എന്റെ കൂടെ വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ അവനക്ക് അവന്റെ കിട്ടിയ പണിയുടെ കൂലിയാണെന്നുള്ള കണക്കില് ഈ ദിവസം ഒന്നങ്ങോട്ട് കടന്നു കിട്ടിയാൽ നന്നായി. പെണ്ണിന്റെ മുഖം കണ്ടിട്ടാണ്. എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല, സാരല്ല, നന്നായി. അത് അപ്പേ ഞാനിത് അങ്ങോട്ട് കൊടുത്തിട്ട് പോകാം, കൈയോടെ പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടാ. ഒരു സമാധാനം ഇതിപ്പോഴാ. നമുക്ക് എല്ലാവർക്കും കൂടി വിഷു അങ്ങനെ അവന്റെ വീട്ടിൽ അടിച്ചു പൊളിക്കാം, സന്തോഷമായിക്കോട്ടെ. പെണ്ണുങ്ങൾ അറിയാം. ഒരാളും അറിയണ്ടേ, നമ്മള് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാ ശരി.